ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് എന്തിനാണ് പ്രബോധനമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട്, അവ അജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബിക്കും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും വലിതത്തഖു വലഅല്ലകും തുർഹമൂൻ. എന്തിനാണ് ഒരു പ്രവാചകരെ നിയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്? ലിയുൻദിറകും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് മാലോകർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും നിയോഗിക്കുന്നത്. എന്നിട്ട് ഈ ഒരു മുന്നറിയിപ്പ് കിട്ടി അതിലൂടെ എന്താണ് മനുഷ്യനായി തീരേണ്ടത്? ലിയുൻദിറക്കും വലിതത്തഖു, തഖ്വയുള്ളവരാവുക. അള്ളാഹു പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ശിക്ഷയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി അള്ളാഹു പറഞ്ഞത് അനുസരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിത്തീരും. അതാണ് ലിയുൻദിറക്കും വലിതത്തഖു. എങ്ങനെ തഖ്വയുള്ളവരൊക്കെയായി തഖ്വയോടൊക്കെ കൂടി ജീവിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത്? വലഅല്ലകും തുർഹമൂൻ. അതാണ് ഫൈനൽ സ്റ്റേജ്. ഇങ്ങനെ തഖ്വയുള്ളവരായി ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ വലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എന്താകും? അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയും അതുപോലെ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനും നമ്മൾക്ക്